വാർത്തകൾ തുടരുന്നു. നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. ശബരിമലയിലെ തിരക്ക് നിയന്ത്രണത്തിലെ വീഴ്ചയിൽ ദേവസ്വം ബോർഡിന് രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. പറഞ്ഞതൊന്നും നടന്നില്ലല്ലോ എന്ന് ചോദ്യം. പരമാവധി ആളുകളെ കയറ്റിവിട്ടിട്ട് എന്ത് കാര്യം? ഒരു ഏകോപനവും ഇല്ലെന്നും കോടതി. ശബരിമലയിൽ തിരക്ക് നിയന്ത്രണ വിധേയം. സ്പോട്ട് ബുക്കിംഗ് 20,000 പേർക്ക് മാത്രം. പമ്പയിലെ സ്പോട്ട് ബുക്കിംഗ് താൽക്കാലികമായി നിർത്തി. സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ ഹർജികൾ സുപ്രീം കോടതി വെള്ളിയാഴ്ച പരിഗണിക്കും. വിശദമായ വാദം കേൾക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച്. പരിഗണിക്കുക സംസ്ഥാന സർക്കാർ, കോൺഗ്രസ്, മുസ്ലിം ലീഗ്, CPIM എന്നിവർ നൽകിയ ഹർജികൾ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ആലപ്പുഴയിലും BLOമാർക്ക് കടുത്ത സമ്മർദ്ദം. BLOമാരെ ശാസിക്കുന്ന ആലപ്പുഴ ജില്ലാ കളക്ടറുടെ ശബ്ദ സന്ദേശം പുറത്ത്. BLOമാർ ചടങ്ങിന് വേണ്ടി പണിയെടുക്കുന്നുവെന്ന് കളക്ടർ. പല സൂപ്പർവൈസർമാരെ വെച്ചിട്ട് മീറ്റിംഗ് എടുക്കണം. ഒരു സൂപ്പർവൈസർക്ക് യാതൊരു താല്പര്യം ഇല്ലാത്തതും ആർക്കോ വേണ്ടി വന്ന ചടങ്ങിന് വേണ്ടി നിൽക്കുന്നവരെയാണ്. ഇതുവരെ ഫോം സോർട്ട് ഔട്ട് ചെയ്തിട്ടുള്ളത് ആലോചിച്ച് നോക്കേ. നേരിട്ടിറങ്ങി നടപടിയെടുക്കുമെന്നും കളക്ടർ അലക്സ് വർഗീസിന്റെ മുന്നറിയിപ്പ്. സന്ദേശം BLOമാരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ. കോഴിക്കോട് കോർപ്പറേഷന്റെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വീണ്ടും തിരിച്ചടി. VM ബിനുവിന് ഇനി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ കഴിയില്ലെന്ന് തദ്ദേശ വകുപ്പ്. ഈ മാസം 12 വരെ തെറ്റ് തിരുത്താനും പേര് ചേർക്കാനും അവസരമുണ്ടായിരുന്നു. വോട്ടർ എന്ന നിലയിൽ VM ബിനു അത് വിനിയോഗിച്ചില്ലെന്നും തദ്ദേശ ജോയിന്റ് ഡയറക്ടറുടെ റിപ്പോർട്ട്. പയ്യന്നൂർ നഗരസഭയിൽ വിമതനായി CPIM ബ്രാഞ്ച് സെക്രട്ടറി. ഇടുക്കി ചെറുതോണിയിൽ സ്കൂൾ ബസ് കയറി വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. മരിച്ചത് വാഴത്തോപ്പ് ഗിരിജ്യോതി പബ്ലിക് സ്കൂളിലെ പ്ലേ സ്കൂൾ വിദ്യാർത്ഥി ഹെയ്സൽ ബെൻ. അപകടം സ്കൂൾ മുറ്റത്ത് വെച്ച്. ഭീകരതയെ വെള്ളപൂശാനാവില്ലെന്നും തീവ്രവാദത്തോട് വിട്ടുവീഴ്ച പാടില്ലെന്നും വിദേശകാര്യമന്ത്രി S ജയശങ്കർ. ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിലെ പ്രതികരണം ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ യോഗത്തിൽ. റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി ചർച്ച നടത്തി ജയശങ്കർ. മാധ്യമപ്രവർത്തകൻ ജമാൽ ഖഷോഗിയുടെ കൊലപാതകത്തിൽ ന്യായീകരണവുമായി അമേരിക്കൻ പ്രസിഡന്റ്. സൗദി കിരീടാവകാശിക്ക് ഒന്നും അറിയില്ലായിരുന്നുവെന്ന് ഡൊണാൾഡ് ട്രംപ്. പ്രതികരണം വൈറ്റ് ഹൌസിൽ മുഹമ്മദ് ബിൻ സൽമാനുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെ. സൗദിക്ക് F-35 വിമാനങ്ങൾ US നൽകും. 2026 ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത നേടി കുറസാവോ. മത്സരത്തിന് യോഗ്യത നേടുന്ന ഏറ്റവും ചെറിയ രാജ്യം. നേട്ടം യോഗ്യതാ മത്സരത്തിൽ ജമൈക്കയ്ക്കെതിരെ സമനില വന്നതോടെ. വാർത്തകൾ